ഹായ് വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഒരു ഈവനിങ് ടു നൈറ്റ് ഒരു കുട്ടി വ്ളോഗാണ് കാണുന്നത്. ആദ്യം തന്നെ കുഞ്ഞു വാവേനെ പിടിച്ച് ഉറക്കിയ ശേഷമാണ് ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അവനെ ആട്ടി ഓർക്കുമ്പോൾ തന്നെ കുറേ നേരം അങ്ങനെ കഴിയും കേട്ടോ. അതിന് ശേഷം എന്തെങ്കിലുമൊക്കെ കുഞ്ഞു കുഞ്ഞു പണികളൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യും. ആൻഡ് ഇതാണ് ഞങ്ങൾ പുതിയതായിട്ട് വാങ്ങിച്ച അവൻ്റെ സൈക്കിൾ കേട്ടോ. മോൺസ്റ്റർ ബ്രാൻഡിൻ്റെയാണ്, നല്ല സാധനമാണ്. ഞങ്ങളൊരു 3000 ഒക്കെ കൊടുത്തിട്ടാണ് അത് വാങ്ങിച്ചത്. കുഴപ്പമില്ല. അപ്പോൾ മഴ ആയതുകൊണ്ട് ഉള്ളിലേക്ക് എടുത്ത് വെച്ചിരിക്കുകയാണത്. ഒറ്റയ്ക്ക് ഓട്ടാനൊന്നും ആയിട്ടില്ല ആൾ, നമ്മൾ ബാക്കിൽ നിന്ന് തള്ളി കൊടുക്കണം. അതിൻ്റെ ഇടയ്ക്ക് ഏട്ടൻ രാത്രി വന്ന ശേഷം ഒരു കുട്ടി റെസിപ്പി ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആളുടെ ഒരു പുതിയ യൂട്യൂബ് ചാനലിലേക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത്. ചാനലിൻ്റെ ലിങ്ക് ഞാനിവിടെ കൊടുക്കാം, അല്ലെങ്കിൽ ചാനലിൻ്റെ പേര് കൊടുക്കാം. ഒന്ന് പോയിട്ട് സെർച്ച് ചെയ്ത് നോക്കണേ. നല്ല വീഡിയോസാണ് ആളിടുന്നതെല്ലാം. ഷോർട്സ് ആയിട്ടാണ് ആൾ അപ്ലോഡ് ചെയ്യുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എൻ്റെ ഫ്രിഡ്ജൊക്കെ ക്ലീൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് സാധനങ്ങളൊക്കെ ഇങ്ങനെ ഓരോന്നായിട്ട് മാറ്റി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഞാൻ ക്ലീനൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് കുട്ടി എണിച്ചപ്പോൾ അങ്ങനെ സ്റ്റോപ്പ് ചെയ്തു. ഇത് ഐസ്ക്രീമാണ്. അപ്പോൾ ആളെ ഒരു ഷോർട്സ് എടുക്കണം എന്ന് പറഞ്ഞില്ല, അതിന് വേണ്ടി വാങ്ങിച്ചു വെച്ചതാണത്. അതിന് ശേഷം അങ്ങനെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ കുറേ ആവശ്യമുള്ളതും ഇല്ലാത്തതായിട്ട് എന്തൊക്കെയോ സാധനങ്ങളിൽ കിടക്കുന്നുണ്ട്. ഞാൻ പിന്നെ ഒരുപാട് സാധനങ്ങളൊന്നും ഫ്രിഡ്ജിൽ തിരികെ വെക്കാറില്ല. അങ്ങനത്തെ ശീലമൊന്നും എനിക്കില്ല. 1-2 ഒക്കെ അത്യാവശ്യമുള്ളത് മാത്രമേ ഫ്രിഡ്ജിൽ വെക്കാറുള്ളൂ. അതും ഇപ്പോൾ കുറേയൊക്കെ എടുത്ത് മാറ്റി. ഇനിയിപ്പോൾ അത് ക്ലീൻ ചെയ്യണം. അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാൻ വിചാരിക്കുന്നു. പിന്നെ ഞാൻ ഏട്ടൻ ഉണ്ടാക്കിയ സാധനത്തിൻ്റെ ഒരു 100 പാത്രങ്ങൾ ആൾ വലിച്ചിട്ടുണ്ടാവും. അത് മുഴുവൻ ആളെ കൊണ്ട് തന്നെ ഞാൻ വാഷ് ചെയ്ത് വെക്കാൻ പറഞ്ഞു. അപ്പം ഇത് ഏട്ടനുണ്ടാക്കിയ സാധനങ്ങളില്ലേ, ഏട്ടനുണ്ടാക്കിയ സാധനത്തിന് നിന്നുണ്ടായ പാത്രങ്ങളാണ് ആൾ വാഷ് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഞാൻ അതൊക്കെ ഇങ്ങനെ ഷൂട്ട് ചെയ്തു. പിന്നെ ഇത് ടേബിൾ നിറച്ച് ആവശ്യമില്ല കുറേ എന്തൊക്കെയോ സാധനങ്ങൾ ഞാൻ കയറ്റി വെച്ചിട്ടുണ്ട്. അതിലങ്ങനെ കുറേ സാധനങ്ങൾ. പിന്നെന്താ, രാത്രിക്ക് പിന്നെ കൂട്ടാനുണ്ടായിരുന്നു, പരിപ്പ് കറി ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വലിയ പണിയൊന്നുമില്ല. പിന്നെ മുട്ട ഒരു ഗ്രേവി പോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇത് കണ്ടില്ലേ, മഴയും ഭയങ്കരമായിട്ടുള്ള കാറ്റടിച്ചിട്ട് ഞാൻ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ആ ബ്ലാക്ക് കളർ സാധനം കണ്ടോ, അതൊക്കെ എൻ്റെ കുട്ടി ചെടി ചട്ടികളാണ് കേട്ടോ. അതൊക്കെ വീണ് പൊട്ടി താഴെ വീണിട്ട് അങ്ങനെ ആയി. കുറേ തുണികളൊക്കെ കാറ്റത്ത് പറന്നു പോയി കേട്ടോ. ഇവിടെ പാലക്കാടൊക്കെ നല്ല മഴയും കാറ്റുമാണ്. നിങ്ങളുടെ ഭാഗത്തൊക്കെ എങ്ങനെയുണ്ട് മഴ? പിന്നെ ഇത് ഏട്ടൻ ഉണ്ടാക്കി കഴിഞ്ഞു. ആ ഒരു സാധനം ഉണ്ടാക്കിയിട്ട് അങ്ങ് ടേസ്റ്റ് ചെയ്യാൻ തരികയാണ്. അപ്പോൾ ബേബി എണീറ്റിട്ട് വേദു അവനത് കഴിച്ചേ ഇല്ല കേട്ടോ. അവന് ആദ്യമൊന്നും തീരെ കഴിച്ചില്ല. പുതിയൊരു ഫുഡ് ആൾ ടേസ്റ്റ് ചെയ്യാൻ ഭയങ്കര മടിയാണ്. കുറേ നേരം കഴിഞ്ഞിട്ടാണ് ആൾ കഴിച്ചത്. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ മുട്ടയൊക്കെ പുഴുങ്ങാനിട്ടു. പിന്നെ ഞാൻ ഒരു ഉപ്പേരി വെക്കാമെന്ന് പറഞ്ഞിട്ട് ക്യാബേജ് ഒരു ഉപ്പേരിയും കൂടെ വെച്ചു. പിന്നെ ചോറുണ്ട് രാത്രിക്ക്. ഞങ്ങൾ 2 പേർക്കും ചോറ്. വേദുവിന് പിന്നെ ഞാൻ എന്താ കൊടുത്തത്, ചോറും കൊടുത്തു. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് റാഗി ഉണ്ടാക്കി കൊടുത്തു. അങ്ങനെ പിന്നെ ബേബീസിന് ഫുഡ് കൊടുക്കുന്നത് ഒരു വലിയ ടാസ്ക്കാണല്ലോ. അപ്പോൾ അതിന് എനിക്കൊരു 1/2 hourൻ്റെ മുകളിൽ എനിക്ക് വേണം ആൾക്ക് ഫുഡ് കൊടുക്കാനായിട്ട്. ഇപ്പം നടക്കാൻ തുടങ്ങിയപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട് ഫുഡ് കൊടുക്കുന്നത്. പിന്നെ ഇത് മുട്ട റോസ്റ്റാണ്. അതൊക്കെ ഉണ്ടാക്കിയ ശേഷം അത് ഞങ്ങൾ ഏട്ടൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് വീഡിയോ, മുട്ട റോസ്റ്റിൻ്റെ വീഡിയോ. അടിപൊളി ടേസ്റ്റാണ്. പക്ഷെ അത് ഭയങ്കര എരിവാണ് കേട്ടോ. എരിവ് കുറച്ച് കൂടുതൽ ഇഷ്ടപ്പെടുന്നവർക്ക് കുറച്ചുകൂടെ ഇഷ്ടപ്പെടുന്ന എനിക്ക് തോന്നണേ. അപ്പോൾ ഒരു അർജൻറ്റായിട്ട് നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു റെസിപ്പി ഉണ്ടാക്കണം, ഒരു മുട്ട എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി കഴിക്കണം സൈഡ് ഡിഷ് എന്ന് പറഞ്ഞാൽ നല്ല ഓപ്ഷനാണ് ആ മുട്ട വെച്ചിട്ടുള്ള ആ റോസ്റ്റ്. അങ്ങനെ കഴിച്ചൊക്കെ കഴിയുമ്പോഴേക്കും ആളെ ഡിസ്ട്രാക്ട് ചെയ്തിട്ട് ഞങ്ങൾ എന്തൊക്കെയോ കാണിച്ച് കളിക്കാൻ പറഞ്ഞു. അല്ലെങ്കിൽ ഫുഡ് കഴിക്കാൻ സമ്മതിക്കില്ല. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ കിടന്നു.